പ്രിയമുള്ളവരെ, 55 വർഷങ്ങൾക്ക് മുൻപ് കമലാക്ഷി അമ്മക്ക് ഒരു കുഞ്ഞു പിറന്നു. സ്നേഹത്തോടെ കമലാക്ഷി അമ്മയും കുടുംബവും അവനെ കണ്ണൻ എന്ന് വിളിച്ചു. കുഞ്ഞു വളർന്നു വലുതാകുമ്പോഴാണ് ആ കുടുംബത്തിനും കമലാക്ഷി അമ്മക്ക് മനസ്സിലാവുന്നത് കണ്ണൻ, ആ കുസൃതി കണ്ണൻ ബുദ്ധി വളർച്ചയില്ലാത്ത ഒരു കുട്ടിയായിരുന്നു എന്ന്. ഇന്നും 55-ാം വയസ്സിലും കമലാക്ഷി അമ്മമാർക്കൊരു മാതൃകയായി കണ്ണനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്വന്തം പൊടിമോനെ പോലെ ഇന്നും വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം കണ്ണനെന്ന ആ 55 വയസ്സുകാരനെ ഒരു 2 വയസ്സുകാരന് കൊടുക്കുന്ന, ഒരു 3 വയസ്സുകാരന് കൊടുക്കുന്ന ലാളന സ്നേഹം കൊടുത്ത് ലോകത്തിലെ അമ്മമാർക്ക് മാതൃകയായ ശ്രീമതി കമലാക്ഷി അമ്മയെ മലപ്പുറം MCV ചാനൽ അഭിമാനപൂർവ്വം ആദരിക്കുകയാണ്. ആ ആദരം ഏറ്റുവാങ്ങാൻ കമലാക്ഷി അമ്മയെയും ആദരം നൽകുന്നതിന് വേണ്ടി പ്രണയത്തിന്റെ പ്രതീകമായ കാഞ്ചനമാലയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അമ്മമാരുടെ മാതൃകയെ പ്രണയത്തിന്റെ മാതൃക ഇവിടെ ആദരിക്കുകയാണ്. കമലാക്ഷി അമ്മ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ബഹുമാന്യരായ ജനപ്രതിനിധികളെ, എൻ്റെ വാത്സല്യനിധികളായ എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരൊറ്റ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമാന്യം ജീവിക്കാൻ, അന്തസ്സായി ജീവിക്കാനുള്ള ഒരു പരിസ്ഥിതിയിൽ പഴയ ഒരു നായർ തറവാട്ടിൽ വലിയൊരു തറവാട്ടമ്മയായിട്ട് ജീവിച്ചു വരികയായിരുപ്പോഴാണ് അവിചാരിതമായ എൻ്റെ മൂത്ത കുട്ടിക്ക് ഒരു പെട്ടെന്നുണ്ടായ ഒരു അപസ്മാര ബാധയിൽ 3-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് അവൻ്റെ ബോധമനസ്സ് മറിയുകയും അവൻ അശരണനാകുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നും അവൻ അരോഗ ദൃഢഗാത്രനാണ്, യാതൊരു അസുഖവുമില്ല. കണ്ണി കാണുന്ന എല്ലാ ഈ മലപ്പുറത്തിൻ്റെ ഇഷ്ടവിഭവമായ ചിക്കൻ ഞങ്ങൾക്ക് വർജ്യമാണത്. പക്ഷേ മോന് ചിക്കനും ബിരിയാണിയും മതി, അവൻ കഴിക്കും. എന്നാലും അവന് യാതൊരു അസുഖവുമില്ല. അവനെ ഞാൻ ഒരമ്മ ഒരു മകനെ നോക്കുന്നതിന് എന്ത് അംഗീകാരമാണ് മക്കളെ എനിക്ക് കിട്ടേണ്ടത്? അതെൻ്റെ കടമയല്ലേ, ഒരമ്മയുടെ കടമയല്ലേ അത്? ഞാൻ അതിൽ കവിഞ്ഞ് എന്ത് കടമ ചെയ്യുന്നു? പക്ഷെ എനിക്കിതിലുള്ള, അതായത് 2007 എൻ്റെ ഭർത്താവ് മരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കായിട്ട്, അദ്ദേഹം NSSൻ്റെ പ്രതിനിധി സഭാ മെമ്പറായിരുന്നു. അപ്പോൾ ആ ആഢ്യത്തിൽ അങ്ങനെ സാമാന്യം ബഹുജനങ്ങളുമായിട്ട് വളരെയധികം അടുപ്പത്തിൽ ഞാൻ സാമൂഹ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് മകൻ്റെ വിഷമം അറിയാതിരിക്കാൻ അവനെയും കൊണ്ട് എല്ലാ സാമൂഹ്യ മണ്ഡലങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു അമ്മയായിരുന്നു ഞാൻ. എന്നെ എൻ്റെ മകൻ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ വന്ന് വിളിച്ചപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അനാഥനായ എൻ്റെ മകനെ ഓർത്ത് എൻ്റെ വാത്സല്യനിധിയായ എൻ്റെ പുത്രൻ വന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മലപ്പുറത്തേക്ക് വന്നു. ആദ്യം മലപ്പുറം എന്ന് കേട്ടപ്പം അല്പം ഭയമുണ്ടായി. ഞാൻ ധരിച്ചിരുന്ന എന്താണെന്ന് പറയട്ടെ, ഞാൻ നായർ തറവാട്ടിൽപ്പെട്ടവളല്ലേ, എന്നെ നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്നൊരു തോന്നൽ എന്നെ നാട്ടുകാർ പറഞ്ഞ് ഭയപ്പെടുത്തി. പണ്ട് മാപ്പിളലകളെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ 79 വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃനിർവിശേഷമായ ഒരു സ്നേഹം ഈ മലപ്പുറത്ത് നിന്ന് 3 വർഷം കൊണ്ട് എനിക്ക് കിട്ടി. ഇത് ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ്. 82-കാരിയായ ഞാൻ മലപ്പുറത്ത് ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കാണിത്. എനിക്ക് ഇങ്ങനൊരു സൽപുത്രനാണല്ലോ എൻ്റെ പ്രസാദുമോൻ, എൻ്റെ ഹരിമോൻ എന്നിപ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അവന് ഈ നാട്ടിൽ ഇത്രയും നല്ല ആളുകളുമായിട്ട് അവന് സഹകരിക്കാൻ കഴിഞ്ഞല്ലോ. എൻ്റെ മാനസപുത്രനാണ് എൻ്റെ ഷംസുമോൻ. എൻ്റെ ഷംസുമോൻ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ഞങ്ങൾ ഒരു അവാർഡ് തരാൻ തീരുമാനിച്ചിരിക്കുക. എന്തിനാ മോനെ എനിക്ക് അവാർഡ്? ഞാൻ എന്ത് ചെയ്തു? വെറുതെ ഒരമ്മയാവുമോ? നമ്മൾ പറയാറില്ലേ, വെറും ഒരു നാരി പേറുകൊണ്ട് മാത്രം ചെറു ശിശുവിന് ജനയിത്രി ആകയില്ല.
പൊറുതിയും അരുളയണം. അല്ല എന്നാൽ മറിച്ച് അവൾ മാതൃവേഷമാർന്നോൾ. അമ്മയുടെ വേഷം ധരിച്ച ഒരു സ്ത്രീ ആകത്തേ ഉള്ളൂ. പ്രസവം കൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാകത്തില്ല. ആ കുഞ്ഞിനെ പോറ്റി വളർത്തണം. അങ്ങനെ ഞാൻ പോറ്റി വളർത്തിയതല്ലേ ഉള്ളൂ. മകനെ ജോലിക്ക് വിടുമ്പോൾ, അധ്യാപക വൃത്തിക്ക് വിടുമ്പോൾ, മലപ്പുറത്തോട്ട് വിടുമ്പോൾ അല്പവിഷമമുണ്ടായി. പക്ഷേ മക്കളെ ഞാൻ ഇന്ന് സത്യമായിട്ടും പറയുകയാണ്, അഭിമാനമായിട്ട് ഞാൻ പറയുവാണ്, എൻ്റെ മകൻ കാടിക്കുഴിയിലേക്കല്ല വന്നത്. ധാരാളം സുഹൃത്ത് ബന്ധങ്ങൾ അവന് നാട്ടിലെ പോലെ തന്നെ ഇവിടെയുമുണ്ട്. മക്കളെ ആവിജാത്യമല്ല, കുടുംബമല്ല, സ്വത്തല്ല വലുത്, സ്നേഹമാണ്. ഇവിടെ ജാതിയില്ല, ഇവിടെ ജാതിയേ ഇല്ല, ഇവിടെ മതമില്ല. സത്യം ഞാൻ പറയുവാണ്, ഞാൻ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് കോട്ടക്കുന്നിൽ നടക്കാൻ ചെന്നപ്പോൾ എൻ്റെ മോൻ പ്രഭാത സവാരിക്ക് എന്നെ കൊണ്ടുപോകും. അങ്ങനെ പ്രഭാത സവാരിക്ക് കൊണ്ടുപോയി കഴിഞ്ഞുള്ള ബന്ധമാണ് എനിക്ക്. ഞാൻ എല്ലാവരുടെയും അമ്മയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രീ ഉദയകുമാറിൻ്റെ വരെ അമ്മയാണ് ഞാൻ. എൻ്റെ ഷംസുമോൻ, എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ, എനിക്ക് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ എൻ്റെ പ്രായം കൊണ്ട് എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല. എനിക്ക് ഒരുപാട് മക്കളുണ്ട് അവിടെ. എൻ്റെ മക്കള് എനിക്ക് ഈ തന്ന സ്നേഹം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. കാരണം വളരെ നന്ദിയുണ്ട്. പിന്നെ ഇത്ര വലിയൊരു അംഗീകാരം കിട്ടത്തക്ക ഒരു ഇത് ഞാൻ ചെയ്തില്ല. ഞാൻ സ്വാർത്ഥിയാണ്. മക്കൾക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. ഈ നാടിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല. വാർദ്ധക്യമായി ഇനി ഈ നാടിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കാവുന്ന കാലത്ത് എൻ്റെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇത്രയും ഒരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടില്ല 3 വർഷം കൊണ്ട്. 79 കൊല്ലം നേടിയെടുക്കാൻ കഴിയാഞ്ഞത് 3 വർഷം കൊണ്ട് നേടിയെടുത്തു. അതുകൊണ്ട് എൻ്റെ അഗൈതവുമായ എൻ്റെ കൃതജ്ഞത ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഓരോ മക്കളുടെയും പേരെനിക്ക് ഓർമ്മയില്ല. എൻ്റെ പ്രിയപ്പെട്ട പൊന്നു മക്കൾ, എനിക്ക് അസ്മ, മുജീറ, എനിക്ക് അവരുടെയൊക്കെ പേരെടുത്ത് പറയാൻ ഓർമ്മയില്ല. രുക്യ TV, അവരെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ നിന്നും മായാത്ത മക്കളാണ്. അവരെയെല്ലാം ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. ഹക്കീം, പേരെല്ലാവരുടെയും ഓർമ്മയില്ല. അതുകൊണ്ട് എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിക്കുന്നു.